നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ലോകത്തിന്റെ നെറുകയിൽ ചരിത്രം രചിച്ച വീണ്ടും ത്രിവർണം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല തിരിച്ചെത്തി. ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയായി. ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ തങ്ങിയത് 18 ദിനം. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം തെക്കൻ കാലിഫോർണിയൻ തീരത്ത് പസഫിക് കടലിൽ പതിച്ചത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 3-ന്. അൺഡോക്കിംഗ് നടന്നത് നിശ്ചയിച്ചതിലും 10 മിനിറ്റ് വൈകി. 4 അംഗ സംഘം തിരിച്ചെത്തിയത് നിശ്ചയിച്ചതിലും 4 ദിനം വൈകി. നിപ്പ രോഗലക്ഷണങ്ങളോടെ 4 പേർ കൂടി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുള്ളവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും ആരോഗ്യവകുപ്പ്. ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ച തുടർ നടപടികൾ സ്വീകരിച്ചു. 286 പേർ സമ്പർക്ക പട്ടികയിൽ. സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുരുതര അനാസ്ഥ. ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി സ്വദേശിനിയായ 22-കാരിക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് അപകടം. പെരുമ്പിലാവിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങുന്നതിനിടെയാണ് സംഭവം. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ബസ്സാണ് അപകടം വിതച്ചത്. സാധാരണക്കാരായ മനുഷ്യന് അർഹമായ ഭൂമി ലഭിക്കാൻ നിലവിലുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടി വന്നാൽ അതിന് തയ്യാറാകുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും റവന്യൂ വകുപ്പ് മന്ത്രി. സംസ്ഥാനത്ത് റീസർവേ പൂർത്തിയായാൽ ചിപ്പ് ഘടിപ്പിച്ച ഡിജിറ്റൽ റവന്യൂ കാർഡ് വിതരണം ചെയ്യും. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ പട്ടയമേള നടന്നു. 262 പേർ പുതിയതായി പട്ടയത്തിന് അർഹർ. കൈപ്പറമ്പ് പഞ്ചായത്തിലെ മൈത്രി നഗർ പുറ്റേക്കര റോഡിന് പുതുമോടി. കോൺക്രീറ്റ് കട്ട വിരിച്ച സുഗമ ഗതാഗതം ഉറപ്പാക്കിയ പാത ജനങ്ങൾക്ക് സ്വന്തം. നിർമ്മാണം പൂർത്തീകരിച്ചത് സേവ്യർ ചിറ്റലപ്പള്ളി MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 4,57,000 രൂപ ചിലവഴിച്ച ഉത്സവാന്തരീക്ഷത്തിൽ ഉദ്ഘാടനം MLA ജനങ്ങൾക്ക് തുറന്നു നൽകി. കുറുമാൽ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ വിശ്വാസ പുണ്യത്തിന്റെ നിറലഹരിയുമായി സവിശേഷ ധ്യാനം. തൃശൂർ അതിരൂപതയിലെ ദേവാലയ ശുശ്രൂഷകളുടെ ത്രിദിന ധ്യാനം സഭയ്ക്ക് പകർന്നു നൽകുന്നത് ആത്മീയതയുടെ ദൃഢകരുത്ത. മെത്രോപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ദിവ്യബലിക്ക് നേതൃത്വം നൽകി ശുശ്രൂഷികളുമായി കൂടിക്കാഴ്ച നടത്തി. തൊള്ളൂർ പഞ്ചായത്തിൽ അത്യന്താധുനിക ക്രമീകരണങ്ങളുമായി വാതക ശ്മശാനം. 91 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ശാന്തിതീരം നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തോളൂർ നിവാസികൾക്ക് മൃതദേഹ സംസ്കാരത്തിന് ഇനി മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ടതില്ല. നിർമ്മാണ പ്രവർത്തനത്തിന് കരുത്തായത് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 69 ലക്ഷവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതങ്ങളും. വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ പരമ്പരാഗത കളിയായ പകിടകളിയുടെ ആവേശം. കുമരനെല്ലൂർ കൂട്ടായ്മയൊരുക്കിയ ടൂർണമെന്റിൽ ചൈത്രം കുമരനെല്ലൂർ ജേതാക്കൾ. കലാശക്കളിയിൽ 2 വര മത്സരത്തിലും വിജയം നേടി തകർത്തത് മച്ചാട് മണികണ്ഠൻ മെമ്മോറിയൽ ടീമിനെ. പങ്കെടുത്തത് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 48 ടീമുകൾ. മത്സരങ്ങൾ നീണ്ടത് 4 മാസക്കാലം. രാസവളത്തിന് വില കുത്തനെ വർദ്ധിപ്പിച്ച് കർഷകരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വൻ പ്രതിഷേധം. കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യ തപാൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സാഗരം. വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മിൽമ മുൻ ചെയർമാൻ PA ബാലന് ഓർമ്മദിനത്തിൽ സ്മരണാഞ്ജലിയുമായി കർഷക കോൺഗ്രസ്. 4ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തിരഞ്ഞെടുത്ത കർഷകർക്ക് ആദരം. കർഷക രക്ഷയ്ക്ക് വലിയ പോരാട്ടം പ്രഖ്യാപിച്ച സംഘടന. വടക്കാഞ്ചേരി നഗരത്തിൽ ഭീതി പരത്തി ആഡംബരക്കാരന്റെ മരണപ്പാച്ചിൽ. തടയാൻ ശ്രമിച്ച പോലീസ് ഓഫീസർമാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാഴാനി റോഡിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് അതിവേഗം പ്രവേശിക്കാൻ ശ്രമിച്ച കാറാണ് പോലീസ് തടയാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള കാർ കുതിച്ചു പാഞ്ഞത് ജനങ്ങളുടെ ജീവന് പോലും വലിയ ഭീഷണി ഉയർത്തി. നഗരത്തിലെ CCTV ക്യാമറകൾ കണ്ണടച്ചു കിടക്കുന്നത് സാമൂഹ്യദ്രോഹികൾക്ക് കരുത്താകുന്നതായി ആരോപണം. പുനഃസ്ഥാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്.